പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. GCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം കൂടെ ഇടവന ദാനമായി നൽകിയ വലിയവനാകുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തീരുമായി സ്തുതിക്കുകയാണ്. കാലം അതിൻ്റെ അവസാന നാടുകളിൽ എത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മുടെ നാഥൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നും നാം അറിയുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് അടുക്കും തോറും നാം ദൈവത്തോട് അടുത്ത് നിൽക്കുകയും നമ്മുടെ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ്. ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എങ്കിൽ ദൈവമല്ലാത്തതിനെ പലതിനെയും നാം ആരാധിക്കേണ്ടെന്ന അല്ലെങ്കിൽ സേവിക്കേണ്ടുന്നതായ സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് വരാതെ യഥാർത്ഥമായ ദൈവത്തെ നമുക്കറിയുവാനും ആരാധിക്കുവാനും കഴിയണമെങ്കിൽ ദൈവം ആരാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ വൈകിയ സമയത്ത് ദൈവം ആർ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് വീണ്ടും അടിയന് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ 15 എപ്പിസോഡുകളിലായിട്ട് ദൈവം ആർ എന്ന വിഷയം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ചില കാര്യങ്ങളും കൂടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം ആരാണെന്ന് ഉള്ള പഠനത്തിൽ നാം ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് എത്ര പഠിച്ചാലും നമുക്ക് പൂർണ്ണമാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എങ്കിലും നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കിയാൽ ഇന്ന് ലോകത്തിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാം വ്യാജ ഉപദേശങ്ങളും ശത്രുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കടന്നുകയറ്റവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിയുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ലാതെ പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം സ്തോത്രം പരാജയമായി തീരുമെന്നുള്ളതിന് തർക്കമില്ല. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി വളരെ ശ്രദ്ധയോടും ബുദ്ധിയോടും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവമാർ എന്ന വിഷയത്തിൻ്റെ 16-ാമത്തെ ഭാഗമാണ് നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ദൈവം ആർ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ നാളുകളിൽ അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ നിലനിൽക്കുന്നതായ ചില തെറ്റായ നീക്കങ്ങൾ, ഉപദേശങ്ങൾ, അത് മുഖാന്തരമായിട്ട് സത്യദൈവത്തെക്കുറിച്ച് പലർക്കും അറിയേണ്ടും പോലെ അറിയുവാൻ കഴിയാതെ പോകുന്നു. സ്തോത്രം. പലർക്കും തങ്ങൾ വിശ്വസിക്കുന്നതായ ദൈവം ആരാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെയാണ് ക്രിസ്തീയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കാരണം ഉപദേശങ്ങളുടെ വിവിധങ്ങളാകുന്ന നൂലാമാലകൾ
സമൂഹത്തിൽ കടന്നു കയറി ജനത്തെ തെറ്റായ നിലകളിൽ പഠിപ്പിക്കുന്നതും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെയാണ് കൂടുതലും യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പലർക്കും കഴിയാതെ പോകുന്നത് എന്നുള്ളതായ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് 3 ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരുമായ ആളുകളും സമൂഹത്തിൽ വലിയൊരു ഗണമാണ്. എന്നാൽ തിരുവചന സത്യം എന്ത് എന്ന് നാം പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെ തിരുവചന യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു സ്തോത്രം യജ്ഞമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ പഠനത്തിൻ്റെ ഉദ്ദേശം. ദൈവം സകല പരിമിതികൾക്കും സകലവിധ നിയന്ത്രണങ്ങൾക്കും സ്തോത്രം സകല ചിന്തകൾക്കും അതീതനായി നിലകൊള്ളുന്നവനാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം തന്നെക്കുറിച്ച് സ്വയം വെളിപ്പെടുത്തിയാൽ മാത്രമേ അവനെക്കുറിച്ച് മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ യഥാർത്ഥ സത്ത ദൈവാത്മാവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷണങ്ങൾ അവൻ്റെ അഭേദ്യ ഗുണങ്ങളിൽ അവൻ്റെ അഭേദ്യമായ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. തേജസ്സിൽ വസിക്കുന്നവനായ ആത്മപൂർണനായ ദൈവത്തെ മനുഷ്യന് കാണുവാൻ സാധിക്കുകയില്ല. സ്തോത്രം. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസന് സംസാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവൃത്തിയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. സ്തോത്രം. ദൈവത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ ദാസൻ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കിഴക്കോട്ട് ചെന്നിട്ട് അവനെ കാണുന്നില്ല, പടിഞ്ഞാറോട്ടും നോക്കിയിട്ട് അവനെ കാണുന്നില്ല, വടക്ക് അവൻ പ്രവർത്തിക്കുന്നുണ്ട്, അവൻ്റെ പ്രവൃത്തിയിൽ നോക്കിയിട്ട് അവനെ കാണുവാൻ കഴിയുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നോക്കിയിട്ടും അവനെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവനായ ആത്മപൂർണനായ ദൈവമാണ് നാം സേവിക്കുന്നവനായ ദൈവം. അവൻ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ദിക്കിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല, സകല ഇടങ്ങളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നവനാണ് ദൈവം എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ആത്മാവായ ദൈവം പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നവനാണ്. സ്തോത്രം. സങ്കീർത്തന പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. അപ്പോൾ എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്.
എന്നാൽ ഇവിടെയെല്ലാം ദൈവം ഏകനാണ് എന്ന് വളരെ വ്യക്തമായിട്ടും പഠിക്കുവാൻ കഴിയുന്ന നിലയിലാണ് തിരുവെഴുത്തുകളിൽ നിന്നും നമുക്ക് അതിൻ്റെ രേഖകൾ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഒന്നിലധികം ദൈവമുള്ളതായിട്ട് ഒരിടത്തും പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ചിലരൊക്കെ ബഹുദൈവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയും ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായ അവസ്ഥ ഇന്ന് സ്തോത്രം ലോകത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ ബഹുദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഏകദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് മാത്രമാണ് നമുക്ക് തിരുവെഴുത്തിൻ്റെ ആദ്യോടന്തം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തിരുവെഴുത്ത് എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ലാതെ മറ്റ് മാനുഷികമായോ പൈശാചികമായോ കടന്നു കയറുന്ന ഉപദേശങ്ങളൊന്നും ഒരാത്മീയൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കുവാനോ വിശ്വാസത്തിന് അടിസ്ഥാനമാക്കുവാനോ ഇടവരാതെ സത്യവചനം എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം വിശ്വാസത്തിൽ പരാജയപ്പെട്ടു പോകുവാൻ ഇടയായി തീരുമെന്നുള്ളതിന് തർക്കമില്ല. അതൊരിക്കലും ആർക്കും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നൊരു വിഷയം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആർക്കും ഒരു നാളും കാണുവാനും കഴിയുകയില്ല. എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പിതാവിൻ്റെ മടി എന്ന് പറഞ്ഞിരിക്കുന്നതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുന്ന ധാരാളം വ്യാഖ്യാതാക്കളുണ്ട്. പിതാവിന് അങ്ങനെ ഒരു മടി ഉണ്ടോ? ഇവിടെ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചപ്പോൾ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയുണ്ട്, അവിടെ ഇല്ല. പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കുകയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. തെക്കോട്ട് തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. സ്തോത്രം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തുന്നു. അപ്പൊ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനായ ആത്മാവും അദൃശ്യനുമായ ദൈവത്തിന് മാനുഷികമായി നാം ചിന്തിക്കുന്നത് പോലെ ഉള്ളതായ ഒരു മടി ഇല്ല. എന്നാൽ ഇവിടെ മടി എന്ന് സ്തോത്രം സംബോധന ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ഉള്ളത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ, ദൈവത്തിൻ്റെ ആശയത്തിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ്. സ്തോത്രം. ദൈവം തന്നെ പുത്രനായി ലോകത്തിലേക്ക് വെളിപ്പെട്ടു വരുവാൻ ദൈവം തീരുമാനിച്ചിരുന്ന ആ തീരുമാനത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഏകജാതനായ പുത്രൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു പിറവി മറ്റാർക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഏകജാതനായിട്ട് അവൻ മാത്രമാണ് വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. അവൻ ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്
ആർക്കും ഒരു നാളും കാണുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ആർക്കും ഒരു നാളും കാണുവാൻ കഴിയാത്തതായ സ്തോത്രം ദൈവത്തെയാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനെ മറ്റ് ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്ത് ചിന്തിക്കുന്നതായ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ തെറ്റായ ധാരണയിലൂടെ കടന്നു പോകരുത്. ദൈവവചനം അനുശാസിക്കുന്ന വിധത്തിലുള്ളതായ വിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം വിജയകരമായി തീരുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുമുള്ളൂ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, സ്തോത്രം, നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതൻ, അവന്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞുകൂടാത്തത്. സ്തോത്രം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതനാണ്. ദൈവം എത്രമാത്രം ഉന്നതങ്ങളിൽ വസിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് മനുഷ്യർക്കാർക്കും തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. അത്രമാത്രം ഉന്നതങ്ങളിൽ അവൻ വസിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. മനുഷ്യരും അവനുമായിട്ടുള്ള അകലം എത്രമാത്രം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. സ്തോത്രം. അതുപോലെ തന്നെ അവന്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞുകൂടാത്തത്. അവൻ നിത്യത മുതൽ നിത്യത വരെയും യഥാവാനായിരിക്കുന്ന ദൈവമാണ്. അവന്റെ സംവത്സരങ്ങൾ എത്രയെന്ന് ഭൂമിയിൽ ഒരു മനുഷ്യനും തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. ആരും അതിനെ ആരാഞ്ഞന്വേഷിക്കേണ്ടുന്ന കാര്യമില്ല. അന്വേഷിച്ചാൽ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും കഴിയുകയില്ല. കർത്താവിൻ്റെ സംവത്സരങ്ങൾ അത്രമാത്രം സ്വതം സുദീർഘമായിട്ടുള്ളതാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ ആത്മാവും ആത്മാവായ ദൈവവും തമ്മിലുള്ളതായ അകലം വളരെ അധികമാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യനിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവവും മനുഷ്യനും തമ്മിൽ സംസർഗം ചെയ്യുവാൻ സാധിക്കുന്നത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ അന്തരം എന്താണെന്നുള്ളതിനെ കുറിച്ച് മാനുഷികമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും അത്യുന്നതനായ ദൈവവും ഭൂമിയിൽ വസിക്കുന്നതായ മനുഷ്യനും തമ്മിൽ സംസർഗം ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ ഏക കാരണം ദൈവം തൻ്റെ ശ്വാസം മനുഷ്യനിൽ ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറിയപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ അടുത്ത് ഇടപഴകുവാൻ അല്ലെങ്കിൽ സംസർഗം ചെയ്യുവാനുള്ളതായ ഒരവസരം ദൈവം ഉണ്ടാക്കി. അതുകൊണ്ടാണ് നാം ദൈവവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുവാൻ കാരണമായി തീർന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാവായ ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ അവൻ ചെയ്യുന്നതെല്ലാം നല്ലതാകുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവൻ ഉണ്ടാക്കിയതിനെ എല്ലാം അവൻ നോക്കി സകലവും നല്ലത് എന്നവൻ കണ്ടു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ വീണ്ടും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് സകലവും അവൻ്റെ മുൻ അറിവിലും മുൻ നിർണയത്തിലുമാണ് അവൻ ചെയ്യുന്നത് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ദൈവം സകലവും മുന്നമേ അറിഞ്ഞിരുന്നു. അവൻ്റെ
മുൻ നിർണയത്തിലാണ് അവൻ സകലവും ചെയ്യുന്നത്. പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതും സൂര്യചന്ദ്രന്മാരെ ഉണ്ടാക്കിയതും ദൂതന്മാരെ ഉണ്ടാക്കിയതും മനുഷ്യനെ ഉണ്ടാക്കിയതും ഇതെല്ലാം കർത്താവിൻ്റെ മുന്നറിവിലും മുൻ നിർണയത്തിലുമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇതൊക്കെ അവൻ പ്ലാൻ ചെയ്യുമ്പോഴും സൃഷ്ടി ചെയ്യുമ്പോഴും തന്നോടുകൂടെ ആരും തന്നെ പ്രോത്സാഹിപ്പിക്കുവാനോ തന്നെ സഹായിക്കുവാനോ ഉണ്ടായിരുന്നില്ല. താൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളതായി ഏക സത്യ ദൈവത്തെ വികലമായ രീതിയിൽ പഠിപ്പിക്കുകയും ദൈവത്തിൽ ഒന്നിലധികം ആളത്വം ഉണ്ടെന്ന് പഠിപ്പിക്കുകയും ദൈവത്തിന് ബഹുത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് മഹാപാതകമാണ്, പാപമാണ്, ശിക്ഷാർഹമാണ്. ആ ശിക്ഷയിൽ നിന്നും ഒരു വ്യക്തിക്കും ഒഴിയുവാൻ കഴിയുന്നത്, തെറ്റി ഒഴിയുവാൻ കഴിയുന്നതല്ല. ആ ശിക്ഷാവിധി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന് ദൈവവചനം അനുശാസിക്കുന്ന വിധത്തിൽ ഏക സത്യ ദൈവത്തെ അറിയേണ്ടും പോലെ അറിയുക എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്തും അവന് ചെയ്യുവാൻ സാധിക്കുന്നു എന്നും പഠിക്കുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ മുൻനിർണയവും മുന്നറിവും അനുസരിച്ചാണ് സകല കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ ജഡത്തിൽ ലോകത്തിലേക്ക് വെളിപ്പെട്ട് വരണമെന്നുള്ളതും വരേണ്ടുന്നതിൻ്റെ ആവശ്യകതയും ഇന്നതെന്നും അവൻ മുന്നറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് അവൻ ജഡത്തിൽ വെളിപ്പെട്ട് ഒരു പുത്രത്വം സ്വീകരിച്ച് അല്ലെങ്കിൽ മനുഷ്യത്വം സ്വീകരിച്ച് അവൻ്റെ മക്കൾ ജഡത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി ലോകത്തിലേക്ക് വരുവാൻ അവൻ മുൻ നിർണയിച്ചിരുന്നതാണ്, അവൻ്റെ മുന്നറിവാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35 മുതൽ 37 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് അതിൻ്റെ 35-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്വർഗത്തിലെ ദൂതൻ മറിയയുടെ അടുക്കൽ കടന്നു എന്ന് അവൾക്ക് ഇത്തരത്തിലുള്ളതായ ഒരു ശിശു ജനിക്കുവാൻ പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അവളെ അറിയിച്ചപ്പോൾ അവൾ ദൂതനോട് സംസാരിച്ചത്, ഞാൻ പുരുഷനെ അറിയാത്ത സ്ത്രീയാണ്, എനിക്കത് എങ്ങനെ സംഭവിക്കും എന്നവൾ സംസാരിച്ചപ്പോൾ അവളോട് ദൂതൻ സംസാരിച്ച വിഷയമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ്. പരിശുദ്ധാത്മാവിനാലാണ് യേശു ക്രിസ്തുവിൻ്റെ ഉദ്ഭവം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആ വാക്യത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനാലാണ് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നത് എന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതിൻ്റെ 36-ാമത്തെ വാക്യഭാഗത്തിൽ, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം എന്ന് പറഞ്ഞു. പിന്നീട് അവൻ്റെ 37-ാമത്തെ വാക്യഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ള സ്നേഹിതരെ,
പ്രിയമുള്ള ദൈവമക്കളെ, കേൾവിക്കാരെ, പലവിധത്തിലുള്ളതായ തർക്കങ്ങളും വാദങ്ങളും ദൈവത്തെ സംബന്ധിച്ചും ദൈവവചനത്തെ സംബന്ധിച്ചൊക്കെ ലോകത്തിൽ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഒരു കാര്യം കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കൊണ്ട് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നാണ്. അപ്പോൾ ദൈവത്തിന് സകല കാര്യങ്ങളും സാധ്യമാണ്. ദൈവം ഉദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങളും അതുപോലെ ചെയ്യുവാൻ അവൻ ശക്തനാണ്, മതിയായവനാണ്. അതുകൊണ്ട് ദൈവപ്രവൃത്തിയെ ചോദ്യം ചെയ്യുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അവകാശമില്ല. ദൈവം പുത്രനായിട്ട് വന്നത് എന്തിനാണ്? അങ്ങനെ വരാൻ കഴിയുമോ? ദൈവത്തിന് മടിയുണ്ടോ? ദൈവത്തിന് വലത്തു ഭാഗമുണ്ടോ, ഇടത്തു ഭാഗമുണ്ടോ, ദൈവത്തിന് മുകൾ ഭാഗമുണ്ടോ എന്നൊക്കെ ഉള്ളതായ ചോദ്യം ചെയ്യലുകൾ വളരെ തെറ്റായ ഒരു അനുഭവമാണ്. ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അത് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. അതിനെ ചോദ്യം ചെയ്യുകയോ അതിനെ തർക്കിക്കുകയോ ചെയ്യുന്നത് ദൈവികമല്ല എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അബ്രഹാമിൻ്റെ അടുക്കൽ യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിക്കുന്ന കാര്യമാണ്. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്നരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. മനുഷ്യർക്ക് സാധിക്കുകയില്ല എന്നുള്ളതായ ചിന്താഗതി ഉണ്ട് എങ്കിലും ദൈവത്തിനൊന്നും അസാധ്യമാകുന്നില്ല എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. 99 വയസ്സായ അബ്രഹാമും 89 വയസ്സായ സാറയും, അവർക്ക് ഈ പ്രായത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ വളരെ സ്തോത്രം അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നിവിടെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്: ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. സകല ജഡത്തിൻ്റെയും സകല മനുഷ്യരുടെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? യഹോവയായ ദൈവം ചോദിക്കുകയാണ്. ഇവിടെയൊന്നും നമുക്ക് ബഹുത്വം കാണുവാൻ കഴിയുന്നില്ല. ഏകത്വമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏക സത്യ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനെന്ന് മാത്രമല്ലാതെ ഞങ്ങൾ എന്ന് സ്തോത്രം പറയപ്പെട്ട ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സകലതും അവൻ്റെ ഹിതത്തിനനുസരിച്ച് അവൻ ചെയ്യുന്നു. എന്ത് ചെയ്യുവാനുള്ള ഗുണമാണ് അവൻ്റെ സർവശക്തി. ദൈവിക ശക്തിയുടെ മുൻപിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ദൈവത്വത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ അവൻ സർവശക്തനായ ദൈവമാകും എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവൻ സർവശക്തനായ ദൈവമാണെങ്കിൽ അവൻ ഏകൻ തന്നെ എന്ന് വളരെ വ്യക്തമാണ്. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവന്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു. ശ്രദ്ധിക്കണം, അവരുടെ മുൻപിലല്ല, അവന്റെ മുമ്പിൽ, ഏക സത്യദൈവമായ യഹോവയുടെ മുൻപാകെ, സകലത്തെയും വാക്കുകൊണ്ട് ഉളവാക്കിയവനായ ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവൻ്റെ സന്നിധിയിൽ
ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ നിവാസികളും സകല നിവാസികളും തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവൻ്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോവുകയാണ്. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒന്നിലധികം ദൈവങ്ങളില്ല. നമ്മുടെ ദൈവം ഏകനായ ദൈവമാണ്. ആ സത്യദൈവത്തെ അറിയേണ്ടത് ആവശ്യമാണ്. അതിനാണ് ഇത് ആവർത്തിച്ച് സംസാരിക്കുവാനിടയാകുന്നത്. പലരും ഏകസത്യ ദൈവത്തിൽ നിന്നും അകന്നു മാറി ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുന്നവരും അങ്ങനെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവരുമാണ്. കാരണം അതിനെല്ലാം പ്രേരകൻ പിശാചാണ്, അഥവാ സാത്താനാണ് എന്ന കാര്യം അറിയേണ്ടതും ആവശ്യമാണ്. ഇവിടെ നഹൂമിന്റെ പുസ്തകത്തിലെ അതിലെ 1-6 വാക്യഭാഗത്തിൽ കാണുന്നത്, അവന്റെ ക്രോധത്തിന് മുൻപിൽ ആർ നിൽക്കും? യഹോവയായ ദൈവത്തിന്റെ ക്രോധത്തിന്റെ മുൻപാകെ ആർക്ക് നിൽക്കുവാൻ കഴിയും? അവന്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും? അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ, അവന്റെ ക്രോധത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ ഒരു മഹാരാജാക്കന്മാർക്കും കഴിയുന്നതല്ല. അവന്റെ ഉഗ്രകോപത്തിങ്കൽ നിവർന്നു നിൽക്കുവാൻ മനുഷ്യർക്കാർക്കും കഴിയുകയില്ല. അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. സ്തോത്രം. ആകാത്തതും അരുതാത്തതും ഒക്കെ ചിന്തിച്ചും പഠിപ്പിച്ചും ദൈവവചനത്തിന്റെ സത്യങ്ങളെ വികലമാക്കുവാൻ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ദൈവം മുൻപാകെ നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം കടന്നു വരുന്നു. അവന്റെ കോപം മനുഷ്യന്റെ മേൽ കടന്നു വരും. ജീവനുള്ള ദൈവം മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസരണമല്ലാത്ത ഒരു നിലയിൽ ജീവിതം നയിക്കുവാനും വിശ്വാസം നയിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും തെറ്റിക്കുവാനും ഒക്കെ ഇടയായി തീർന്നാൽ ദൈവത്തിന്റെ അടങ്ങാത്ത ഉഗ്രമായ കോപം അത്തരക്കാരായ ആളുകളിലേക്ക് കടന്നു വരും. ആർക്കും അവന്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയുകയില്ല. അവന്റെ കോപം തീ പോലെ ചൊരിയുന്നു, പാറകളും പിളർന്നു പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. സ്തോത്രം. അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ദൈവം അത്രമാത്രം സർവശക്തനാണ്. ആർക്കും അവനെ ചോദ്യം ചെയ്യുവാനുള്ളതായ അവകാശമില്ല. ആരും അവന്റെ മുൻപാകെ നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകും. സ്തോത്രം. സ്വർഗീയവാസികളോടും സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും താൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു എന്നാണ്. സ്വർഗീയ സൈന്യം എന്ന് പറയുന്നത് ദൂതസംഘമാണ്. ഭൂവാസികൾ എന്ന് പറയുന്ന മനുഷ്യരാണ്. ഏവരോടും തനിക്ക് ഇഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയാതെ പോയാൽ ദൈവകോപത്തിന് പാത്രീഭൂതരായി തീരുകയും അവൻ്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും. സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരത്തെ ലംഘിക്കുവാൻ സാത്താന് പോലും സാധ്യമല്ല. ദൈവം അനുവദിക്കാതെ ഒരു ദൈവ പൈതലിന്റെ മേൽ അവന് ഒരു അധികാരവും നടത്തുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ അനുവാദം കൂടാതെ സാത്താന് ഒരു മനുഷ്യന്റെ മേൽ യാതൊരു വിധമാകുന്ന അധികാരം നടത്തുവാനും കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമാണ്. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി എന്ന് കാണുവാൻ കഴിയുന്നു. യോബിനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ ഒരു തയ്യാറെടുപ്പിൽ സാത്താൻ ദൈവമക്കൾ കൂടിയിരിക്കുന്നതായ സ്ഥാനത്ത് കടന്നു വരികയും ദൈവം അവനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതിനെ സംബന്ധിച്ച് ഈ അധ്യായ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അങ്ങനെ പരീക്ഷയ്ക്കായി കടന്നു വന്നപ്പോൾ സ്തോത്രം സാത്താനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. അതിൻ്റെ 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു. ആദ്യം അവനുള്ള ഭൗതികമാകുന്ന സകല നന്മകളും കാട്ടിക്കൊണ്ട് ഇതാ അത് നിന്റെ മുൻപാകെ ഇരിക്കുന്നു, പക്ഷെ അവനെ നീ തുടരുത് എന്ന് കർത്താവ് കൽപ്പിച്ചു. അതുകൊണ്ട് അവൻ്റെ സമ്പത്തുകളും അവൻ്റെ ഭൗതികമായിട്ടുണ്ടായിരുന്ന എല്ലാം അവന് നഷ്ടമായി, അവൻ്റെ മക്കൾ പോലും അവന് നഷ്ടമായി തീർന്നു. എങ്കിലും യോബിനെ ഒന്നും ചെയ്യുവാൻ സാത്താന് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും സാത്താൻ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ സാത്താനോട് ദൈവം പറഞ്ഞത്, അവനിതാ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തുടരുത്. അപ്പോൾ ഈ ശരീരം, യോബിൻ്റെ ശരീരം ഈ മണ്ണിൽ നിന്നെടുത്തതാണ്. ഈ മണ്ണിൻ്റെ അവകാശം ഇപ്പോൾ സാത്താനാണ്. സാത്താൻ അതുകൊണ്ട് അതിനെ അവകാശപ്പെടുകയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തുടരുത്. അവനിൽ വസിക്കുന്നതായ പ്രാണൻ ദൈവത്തിൻ്റെ ജീവശ്വാസമാണ്. ദൈവം നൽകിയ ആത്മാവാണ് അവനിൽ വസിക്കുന്നത്. അതിന് മാത്രം സാത്താൻ ഒന്നും ചെയ്യുവാൻ അധികാരമില്ല. കാരണം ഈ ശരീരം ഈ മണ്ണിൽ നിന്നെടുത്തതാകയാൽ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സകല അധികാരവും ഇപ്പോൾ സാത്താനുള്ളതാകയാൽ അതിന് അവൻ അവകാശവാദം ഉന്നയിക്കുക തന്നെ ചെയ്യും. എന്നാൽ അവൻ്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് സാത്താനോട് കൽപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31-32 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ
ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് കർത്താവിൻ്റെ ദാസനോട് കർത്താവ് സംസാരിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഏത് നിമിഷവും ഒരു ദൈവവൈതലിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുവാകുന്നവൻ തക്കം പാർത്ത് നടക്കുകയാണ്. എന്നാൽ വാസ്തവമായിട്ടും വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിൻ്റെ പ്രാണനെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. പത്രോസിനെ പാറ്റിക്കളയുവാൻ പത്രോസിനെയും ശിഷ്യന്മാരെയും ആണല്ലോ സ്തോത്രം, നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിനെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ശിഷ്യന്മാരെ ഉൾപ്പെടെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സാത്താൻ കൽപ്പന ചോദിച്ചു, പക്ഷേ ദൈവം അനുവദിക്കാതിരുന്നതിന് കാരണം ദൈവം അങ്ങനെ അനുവദിച്ചാൽ നിന്റെ വിശ്വാസം പോയിപ്പോകും എന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ യോബിനെ പരീക്ഷിച്ചപ്പോൾ യോബ് ആ പരീക്ഷയിൽ വിജയിക്കുമെന്നും ദൈവത്തിനറിയാം. സ്തോത്രം. അപ്പോ യോബിനെ പരീക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ ശരീരത്തെ ദുർബലമാക്കി വ്രണങ്ങളാലും മറ്റും സ്തോത്രം വളരെ പ്രതികൂലമാകുന്ന അവസ്ഥയിലൂടെ കൊണ്ടുപോയി. എങ്കിലും ദൈവം അതിനനുവദിച്ചു കൊടുത്തത് യോബ് വിശ്വാസത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നുകൊണ്ടാണ്. എന്നാൽ ശിമോനോട് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ അനുവദിച്ചില്ല എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വന്ന് നിന്റെ സഹോദരന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു കൊള്ളണമെന്നും കർത്താവ് ശിമോനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് മനുഷ്യനോടുള്ള ദൈവിക പദ്ധതികൾ തികവുള്ളതാക്കി തീർക്കുവാനാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ചില പരീക്ഷകൾക്കായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ സുപ്രധാനമായ കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി യഥാർത്ഥമായ ഒരു ക്രിസ്തുവിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ പൊന്നിനെ തീയിലിട്ട് സ്തോത്രം അതിൻ്റെ കീടൻ കളഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ എടുക്കേണ്ടതിന് വേണ്ടി ചില പരീക്ഷകൾക്കായിട്ട് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഇങ്ങനെ അവൻ ദൈവിക പദ്ധതികൾ തികവുള്ളതാക്കി തീർക്കുവാൻ വേണ്ടി മനുഷ്യന് പരീക്ഷ നൽകുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോഴും അവിടെ പറയുന്നത്, സർവശക്തനായ ദൈവം സകലത്തിന്മേലും അധികാരമുള്ളവനാണ്, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്തോത്രം. അതുകൊണ്ട് സകല ഭൂവാസികളും അവങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതാണ് ദൈവവചനം അനുശാസിക്കുന്നത്. സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അവനല്ലാതെ വേറൊരു ദൈവമില്ല. സകലത്തെയും ഉളവാക്കിയ സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിനു വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് യേശു ക്രിസ്തു. അവൻ സാക്ഷാൽ സർവശക്തനായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷയുള്ളത്. അതുകൊണ്ട് സകല പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്പസമയം തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയവനെ സഹായിച്ചതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഇടയവന് വേണ്ടി സമയം അനുവദിച്ചതെന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്കും സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇളയവനെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, നന്ദിയോടെ എൻ്റെ പ്രിയനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ ഇളവന് നീ ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല, നിനക്ക് അസാധ്യമായിട്ടുള്ളതുമൊന്നുമില്ല എന്നടിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം ആരെന്നുള്ളതായ ലോകത്തിന്റെ ചോദ്യത്തിന് ഏകസത്യ ദൈവമായിരിക്കുന്ന നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് സ്തോത്രം ചൂണ്ടിക്കാണിക്കുവാൻ ദൈവവചനത്തിലൂടെ നീ ഇളവൻ അവസരം തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരങ്ങളിൽ പിന്നെയും വഹിച്ചുകൊള്ളുമാറാകണം. സകലതും നിന്റെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. സകല മഹത്വപ്പനിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.